യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ വളരെ വ്യക്തമായി ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തു ഉണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ദൈവത്തിൻ്റെ ആ സ്നേഹം അനുഭവിക്കുമ്പോൾ തന്നെ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെയും സ്വാഭാവികമായി സ്നേഹിക്കുക എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് അറിയാവുന്നതായ ഒരു കാര്യമാണ്. പല ആളുകളും ക്ലെയിം ചെയ്യുന്നത്, അവകാശപ്പെടുന്നത് അവർ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം അവരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് മറ്റൊരാളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധത്തിന്, ഒരു കൊടുക്കൽ വാങ്ങലുകൾക്കോ അതേപോലെ തന്നെ ഒരു കൂട്ടായ്മയ്ക്കോ യാതൊരുവിധമായ കാര്യവുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ നിരവധിയാണ്. അതേപോലെ തന്നെ ബന്ധങ്ങളിൽ ഊഷ്മളത കാണിക്കാത്ത ആളുകളുമുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ വളരെ സന്തോഷത്തോടുകൂടെ ഒരു വ്യക്തിയോട് ഗുഡ് മോർണിംഗ് പറയുകയോ അല്ലെങ്കിൽ നമ്മൾ അവരോട് സ്നേഹാന്വേഷണങ്ങളൊക്കെ നടത്തുകയോ ചെയ്യുമ്പോൾ അവർ കേവലം ഒരു ചിരിയിൽ മാത്രം നമ്മളോടുള്ള ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ച് ഒന്നും തന്നെ നമ്മളോട് ചോദിക്കാതെ കേവലം ഒരു ചിരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് മാത്രം പറഞ്ഞ് പോകുന്ന ആളുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവർക്ക് ഒരിക്കലും ബന്ധങ്ങളിലുള്ള ഊഷ്മളതയില്ല. ആ ഊഷ്മളത ഇല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കാത്തതാണ്. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയട്ടെ, സ്നേഹം അതെപ്പോഴും വളരെ ഊഷ്മളത ഉള്ളതായിരിക്കണം, വാം ലവ് ആയിരിക്കണം. അത് മറ്റൊരാളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും തുടർച്ചയായിട്ടുള്ള സ്നേഹബന്ധങ്ങളിലേക്ക് അത് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ സ്നേഹിക്കുന്നവരായ ആളുകൾ ആ സ്നേഹത്തിന് മറുപടിയായി നമ്മെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു കൂടപ്പിറപ്പ് എന്ന പോലെയുള്ള ഒരു സ്നേഹം നമുക്ക് ഫീൽ ചെയ്യും. ഇത് മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ചിന്താഗതിയും ആളുകൾക്ക് ഉണ്ടാകുവാനിടയായി തീരും. ഇന്ന് അനേക ആളുകളും സ്വയമായി പരിതപിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ആരുമില്ല എന്ന് ചിന്തിക്കുന്നതായ ചിന്തകൾ, അവർ പറയുന്നതായ വാക്കുകൾ. പക്ഷേ അതിന് നടുവിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഇതൊക്കെയും തന്നെ സ്നേഹത്തിൻ്റെ അഭാവം കൊണ്ട് ഉണ്ടാകുന്നതായ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലും പ്രതീക്ഷിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവരിൽ നിന്നുമാണ്. പക്ഷേ ഇന്ന് ഞാൻ വളരെയധികം സങ്കടത്തോടെ പറയട്ടെ, നിരാശയോടുകൂടി പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരുടെ ഇടയിൽ ഈ ഒരു മൂല്യങ്ങൾക്ക് വലിയ ച്യുതി നേരിട്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സംസാരിക്കുന്നതായ ഈ വചനങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുള്ളത്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിലൊക്കെ ഇത് തന്നെ സംസാരിക്കാനാണ് എന്നോട് പ്രേരിപ്പിക്കുന്നത്. എനിക്കറിയില്ല, എനിക്ക് കുറച്ചുകൂടെ ആളുകളെ കയ്യിലെടുക്കുന്ന നിലയിൽ അല്ലെങ്കിൽ ആളുകളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നതിൽ എനിക്ക് പ്രസംഗിക്കുവാൻ സാധിക്കും, വചനം പഠിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതുതന്നെയാണ് എന്നോട് ആവശ്യപ്പെടുന്നത്, ഈ ഒരു കാര്യം തുടർച്ചയായിട്ട് പഠിപ്പിക്കണമെന്നുള്ളത്. നിങ്ങൾക്കറിയാം, ഞാൻ ഏതാണ്ട് 2 ആഴ്ചയിൽ ഏറെ സമയങ്ങളായി ഈ വിഷയം തന്നെയാണ് കൂടുതൽ സംസാരിക്കുന്നത്. നമ്മൾ ദൈവസ്നേഹം അനുഭവിക്കുന്നെങ്കിൽ, നാം ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായ പ്രതികരണം മറ്റുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞതായ വാക്ക് വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ്, ഊഷ്മളതയോടുകൂടെ നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കണം. ചില ആളുകളോടൊക്കെ ഞാൻ തന്നെ എന്തുകൊണ്ട് വിശേഷം, സൗഖ്യമായിരിക്കുന്നു എന്ന് ചോദിച്ച ശേഷം അവർ കേവലം ഒരു ചിരിയിലും ഒരു തലയാട്ടലിലും നിർത്തുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നാറുണ്ട്. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് അവരിൽ നിന്നും ഒരു ഊഷ്മളമായ പ്രതികരണമാണ്. പക്ഷേ അതുണ്ടാകാത്തപ്പോൾ എനിക്ക് മനസ്സിലാകാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു നിഗമനത്തിലെത്താറുണ്ട്, വാസ്തവത്തിൽ അവർ നമ്മെ കാര്യമായി ഗണിക്കുന്നില്ല എന്നുള്ളത്. ഇതൊക്കെ സംഭവിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിലാണെന്നുള്ള ഒരു കാര്യമാണ് എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവ് യേശുക്രിസ്തു നമുക്ക് വിഭാവന ചെയ്തതായ ആ ഊഷ്മളതയുള്ള ബന്ധങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുമായി പങ്കിട്ടതായ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളായിരുന്നല്ലോ. ഞാൻ ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഇത് പറഞ്ഞിട്ട് കർത്താവ് യേശുക്രിസ്തു എന്താണ് ചെയ്തത്? അവൻ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി താൻ ആരെയാണോ സ്നേഹിതന്മാർ എന്ന് വിളിച്ചത്,
ആ സ്നേഹിതന്മാർക്ക് അവൻ തൻ്റെ ജീവനെ കൊടുക്കുവാനിടയായി തീർന്നു. ആദ്യം തൻ്റെ സമയങ്ങൾ, തൻ്റെ ഈ ഐഹിക ജീവിതം, കുറഞ്ഞ സമയത്തുള്ള ജീവിതം തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി യേശു നീക്കിവെച്ചു. അവൻ്റെ സമയങ്ങളിലെ ഭൂരിപക്ഷ സമയങ്ങളും അതേ തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കാതെ കർത്താവ് യേശു ക്രിസ്തു ഈ സ്നേഹിതന്മാർക്ക് വേണ്ടിയാണ് സമയങ്ങൾ പ്രയോജനപ്പെടുത്തിയത്. ഈ സ്നേഹിതന്മാരെ യേശു ക്രിസ്തു പഠിപ്പിച്ചു. ഈ സ്നേഹിതന്മാരുടെ ഇടയിൽ കർത്താവ് തന്നെ മഹത്വം വെളിപ്പെടുത്തി. അതേ കർത്താവ് തന്നെ ഈ സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തു. ഒരുപക്ഷെ നമ്മൾ ജീവനെ കൊടുക്കുന്നില്ലെങ്കിലും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ സ്വന്തം കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരെ സഹായിപ്പാനും നമുക്ക് സാധിക്കുന്നെങ്കിൽ മാത്രമേ ഈ സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയത്തുള്ളൂ. വാസ്തവത്തിൽ ആ സ്നേഹം നമ്മളിൽ നിന്ന് ഉളവാകുന്നത് ക്രിസ്തു നമ്മളിൽ വസിക്കുന്നതിലൂടെയാണ്. നാം കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുകയും അതേപോലെ തന്നെ നാം കർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മളിൽ ഉളവാകുന്നതായ അതേ വ്യവസ്ഥയില്ലാത്തതായ ആ സ്നേഹം. ഇന്ന് ഞാൻ നിങ്ങളോട് അടുത്ത വാക്യത്തിൽ നിന്നാണ് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശു പറഞ്ഞു 14-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായകൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല. ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാരായി മാറിയത്? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിനെ ഒരു റബി എന്ന വണ്ണമാണ് അന്നത്തെ സമൂഹം കണ്ടത്. യേശുക്രിസ്തുവിൻ്റെ അടുത്ത അനുയായികൾ പോലും യേശുക്രിസ്തുവിനെ റബി എന്ന് വിളിച്ചതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ ആ കാലത്തെ റബി ശിഷ്യബന്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത്, അത് ഒരിക്കലും സ്നേഹബന്ധമായിരുന്നില്ല. അത് ഒരു സുഹൃത്തുക്കൾ എന്നവണ്ണമായിരുന്നില്ല. മറിച്ച് പലപ്പോഴും അത് സംഭവിച്ചിരുന്നത് ഗുരു ശിഷ്യ ബന്ധം തന്നെയായിരുന്നു. ഇനി കുറച്ചുകൂടെ നമുക്ക് പറഞ്ഞാൽ പലപ്പോഴും ദാസ്യബന്ധം എന്നുള്ള നിലയിലേക്കാണ് അത് കടന്നു വന്നത്. അതായത് ഗുരുക്കന്മാർ ശിഷ്യന്മാരെ ദാസന്മാരായി കണ്ടിരുന്ന ഒരു കാലം. അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ നമുക്കറിയാവുന്ന പോലെ ഈ അടിമത്ത സമ്പ്രദായം വളരെ പ്രബലമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ബൈബിളിലെ ഉടനീളം നമ്മൾ വായിക്കുമ്പോൾ അന്നത്തെ അടിമകളെക്കുറിച്ചുള്ള ചില ചിത്രങ്ങൾ നമുക്ക് വ്യക്തമായി ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ച, യേശുക്രിസ്തു ഈ സ്നേഹിതന്മാർ എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് സ്നേഹിതന്മാർ വേഴ്സസ് ദാസന്മാർ എന്നുള്ള നിലയിലാണ്. അപ്പോൾ യേശുക്രിസ്തു ഈ കാര്യങ്ങൾ അവരോട് പറയുമ്പോൾ തന്നെ യേശുക്രിസ്തു അവരോട് പറയുന്നു, നിങ്ങൾ ദാസന്മാരുടെ സ്ഥാനത്തല്ല ആയിരിക്കുന്നത്. ഞാനൊരു വേദഭാഗം ചിന്തിച്ചപ്പോൾ തന്നെ വിശുദ്ധ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ദാസന്മാർ പുത്രന്മാർ എന്നുള്ള ആ ഒരു കമ്പാരിസൺ, താരതമ്യം ഒന്ന് ചിന്തിപ്പാൻ എനിക്കിടയായി തീർന്നു. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ല. അടുത്ത ദിവസങ്ങൾ ഞാൻ ഈ ഒരു വിഷയം നിങ്ങളോട് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ ദാസന്മാർ അതേപോലെ തന്നെ പുത്രന്മാർ എന്നുള്ള ആ കമ്പാരിസൺ, താരതമ്യം വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം വ്യക്തമായ ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ഞാൻ ആ ഒരു കാര്യം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇന്ന് ക്രൈസ്തവ സഭയിൽ പോലും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും ഇങ്ങനെയുള്ള ഒരു 2 വിഭാഗമുണ്ടെന്നുള്ളത് ഗ്രഹിക്കാൻ കഴിഞ്ഞു. ഈ വിഭാഗം ഉണ്ടായത് മനഃപൂർവ്വമായിട്ടല്ല, മറിച്ച് നമുക്ക് ദൈവവചനത്തോടും ദൈവത്തോടുമുള്ള മനോഭാവത്തിൽ നിന്നുമാണ് നമുക്ക് അപ്രകാരമുള്ള ആ അവസ്ഥകളിലേക്ക് പോകേണ്ടി വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഒരിക്കലും ദാസന്മാരായിരിക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ മക്കൾ എന്ന നിലയിൽ ജീവിക്കണം എന്നുള്ളതാണ്. ദാസന്മാർ എന്നവണ്ണം എങ്ങനെയാണ് അവൻ ഒരു ഭവനത്തിലായിരിക്കുന്നത്? ആ ഭവനത്തിൽ അവനൊരു യജമാനനുണ്ട്. ആ യജമാനൻ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കാൻ മാത്രം ബാധ്യസ്ഥപ്പെട്ട ഒരുവനാണ് ദാസൻ എന്ന് പറയുന്നത്. ഒരിക്കലും അവൻ താൻ ചെയ്യുന്ന പ്രവൃത്തി മൂലം ബഹുമാനമോ അതേപോലെ തന്നെ പ്രതിഫലമോ താൻ പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് യജമാനൻ എന്താണോ തനിക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നത് അത് സന്തോഷത്തോടെ വാങ്ങുക എന്ന് മാത്രമേ അവൻ്റെ മുമ്പിലുള്ളൂ. ഇതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ ജീവിതത്തിലും പലരും. അവർ ദൈവത്തോട് ഒരു ദാസൻ എന്നവണ്ണമായിരിക്കുന്നു. ഞാൻ ദൈവത്തെ പൂർണ്ണമായിട്ടും അനുസരിക്കും, ദൈവം എനിക്ക് എന്തെങ്കിലും തരുവാണെങ്കിൽ മാത്രം ഞാൻ വാങ്ങും, എനിക്കിവിടെ യാതൊരു വിധമായ ഓണർഷിപ്പും ഇല്ല,
ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ പരമാധികാരിയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു ദാസൻ തന്നെ ആയിരിക്കും. ഇത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മൾ സ്നേഹിതന്മാരായി തീരണം. അതേപോലെ തന്നെ നമ്മൾ പുത്രത്വത്തിൻ്റെ ആത്മാവോടുകൂടെ ജീവിക്കുന്നവരായി തീരണം. അടുത്ത ദിവസങ്ങൾ ഇതിൻ്റെ കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഓരോരുത്തർ പരിശോധിക്കണം, ഞാൻ അങ്ങനെയുള്ള ഒരു ദാസ്യ മനോഭാവത്തോടു കൂടിയാണോ ആയിരിക്കുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഞാൻ നിങ്ങളോട് വ്യക്തമായി ഇപ്പോൾ പറഞ്ഞല്ലോ. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത്, കർത്താവേ, നിന്നെ അനുസരിക്കാൻ മാത്രം ഞാൻ നിയോഗിക്കപ്പെട്ടവനാണ്. മറ്റൊരു നിർവാഹമില്ലാത്തത് കൊണ്ട് ഞാൻ അനുസരിക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതിയാണ് പലപ്പോഴും നമുക്കുള്ളത്. ഉദാഹരണത്തിന് ദൈവവചനം പറയുന്നതായ കൽപ്പനകൾ, ഉപദേശങ്ങൾ, ആ ഉപദേശങ്ങളുടെ അനുസരണം വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തു പോകുന്നു. ഉദാഹരണത്തിന് സ്നാനം, വേറെ നിവൃത്തിയില്ല, ചെയ്തേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ സ്നാനപ്പെടുന്നു. അതേപോലെ തന്നെ നമ്മുടെ കൂട്ടായ്മ, ചർച്ച് ഫെലോഷിപ്പുകൾ, ഞായറാഴ്ചയുള്ള നമ്മുടെ സഭാ ആരാധനകൾ, വേറെ നിവൃത്തിയില്ല, ഞായറാഴ്ച പോയേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു മനോഭാവം, ഇതെല്ലാം തന്നെ ദാസ്യ മനോഭാവമാണ്. ഇത് നമ്മളെ മറ്റൊരു അടിമത്തത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നോക്കൂ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകുന്നു എന്ന് പറയുമ്പോൾ ആ പുത്രത്വത്തിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് യു ആർ നോ ലോങ്ങർ എ സെർവൻറ്റ് ഇൻ ഗാഡ്സ് കിങ്ഡം. ദൈവത്തിൻ്റെ രാജ്യത്തിൽ നീ ഒരിക്കലും ദാസൻ എന്ന നിലയിലല്ല ആയിരിക്കേണ്ടത്, മറിച്ച് മക്കൾ എന്ന നിലയിലാണ് നമ്മളായിരിക്കേണ്ടത്. ഞാൻ അടുത്ത ദിവസങ്ങൾ ഈ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശുദ്ധ വേദവസ്തുത്തിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാകാൻ തീരുവാനിടയായിത്തീരും. പക്ഷേ ഇന്ന് ഒന്ന് പരിശോധിച്ചേ, നിങ്ങൾ വാസ്തവത്തിൽ ഈ ദാസ്യ മനോഭാവത്തിലാണ് ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മാനസാന്തരവും ഒരു മടങ്ങിവരവും ആവശ്യമാണ്. നമ്മൾ അവൻ്റെ സ്നേഹിതന്മാരായി തീരേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. വാസ്തവമായിട്ടും ഞാൻ ഈ ഒരു ഭാഗ്യപദവിയിലാണോ ആയിരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തോട് എപ്രകാരമാണ് കണക്റ്റഡായിരിക്കുന്നത്, ബന്ധപ്പെട്ടിരിക്കുന്നത്? അതേ, ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഞാൻ ആ പുത്രത്വത്തിൻ്റെ മനോഭാവം, ഒരു പുത്രൻ എന്ന വണ്ണം. നോക്കൂ, ഒരു പുത്രൻ എങ്ങനെയാണ് ഭവനത്തിലായിരിക്കുന്നത്? ആ ഭവനത്തിൽ അവൻ ഒരിക്കലും ദാസനല്ല. അവൻ്റെ ഭവനത്തിലെ പിതാവ് തനിക്ക് തരുന്നതായ കാര്യങ്ങളെ ഒരു ദാസൻ വാങ്ങുന്ന പോലല്ല അവൻ വാങ്ങുന്നത്, മറിച്ച് അവൻ അതിനുവേണ്ടി എൻടൈറ്റിൽഡാണ്. അവൻ അത് അനുഭവിക്കാൻ വേണ്ടി ആ ഭവനത്തിൽ ആയിരിക്കുന്നതാണ്. എന്നു മാത്രമല്ല, അവൻ അതിൻ്റെ എല്ലാം അവകാശിയും അതേപോലെ തന്നെ അതിനെ ഉപയോഗിക്കുന്നവനുമായി അവൻ്റെ ഭവനത്തിൽ ആയിരിക്കുന്നു. അതേപോലെ തന്നെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, നാം ദൈവഭവനത്തിലായിരിക്കേണ്ടത് അടിമകളായിട്ടല്ല, ദാസന്മാരായിട്ടല്ല, മറിച്ച് മക്കളായി നമ്മൾ ആയിരിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ട എല്ലാവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വാസ്തവമായിട്ടും ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കടന്നു വരുവാൻ, ദൈവവചനപ്രകാരം ജീവിപ്പാൻ, ദാസന്മാരായിട്ടല്ല മക്കളായി സ്നേഹിതന്മാരായി യേശുവോടൊപ്പം ഞങ്ങളായിരിക്കാൻ തക്കണം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചു കേട്ടതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേ, ആമേ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.